ഐതിഹ്യ ചരിത്രങ്ങൾ ഇടകലരുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിലൊന്നായ വൈക്കം പടിഞ്ഞാറേക്കര പെരുമ്പള്ളിക്കാവിലെ ഭാഗവത സപ്താഹ യജ്ഞവേദിയിലേക്ക് ഭക്തജന പ്രവാഹം തുടരുന്നു. മൂവാറ്റുപുഴയാറിന്റെ ശാഖയോട് ചേർന്ന് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായികയായ ആദിപരാശക്തി ഭദ്രകാളി രൂപം കൈക്കൊണ്ട് കുടികൊള്ളുന്ന സഹസ്രാബ്ദ പുരാതനമായ പുണ്യസങ്കേതത്തിൽ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഭാഗവത സപ്താഹ യജ്ഞത്തിന് യജ്ഞഹോതാവ് അരീക്കര വാസുദേവൻ നമ്പൂതിരി, യജ്ഞാചാര്യ മിനി മോഹൻ, സഹയജ്ഞാചാര്യ സുനന്ദ രാമൻകുട്ടി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 15-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളുടെ ഭാഗമായി സർവൈശ്വര്യ പൂജ, അഖണ്ഡ നാമജപം, കുംഭകുടങ്ങൾ, ഗരുഡൻ തൂക്കം എന്നിവ നടക്കുമെന്ന് ദേവസ്വം മാനേജരും മേൽശാന്തിയുമായ പെരുമ്പള്ളി ബിനു ഡി നമ്പൂതിരി പറഞ്ഞു. കുംഭഭരണി മഹോത്സവം ഈ വർഷത്തെ 2024 നടക്കുകയാണ്. അതോടനുബന്ധിച്ച് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നുണ്ട്. ഫെബ്രുവരി 4 മുതൽ 15 വരെ നടക്കുന്ന കുംഭഭരണി ആഘോഷം. ഇതിനോടനുബന്ധിച്ച് 6-ാം തീയതി ഭാഗവത സപ്താഹം ആരംഭിച്ചിട്ടുണ്ട്. അത് 13-ാം തീയതി പര്യവസാനിക്കും. അതിനുശേഷം 14-ാം തീയതി നാരായണീയ പാരായണമുണ്ട്. നാരായണീയ പാരായണം ഓൺലൈനായിട്ട് പഠിച്ച ഏതാനും ഭക്തജനങ്ങൾ ഇവിടെ 14-ാം തീയതി നാരായണീയ പാരായണം സമർപ്പിക്കുകയാണ്. കൂടാതെ കലാപരിപാടികളും തീയാട്ട്, താലപ്പൊലി തുടങ്ങിയവയും ഇതിനോടനുബന്ധിച്ച് നടക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും 14-ാം തീയതി രാവിലെ 7 മണി മുതൽ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നാരായണീയ സംഗമം ആരംഭിക്കും. നാരായണീയ അധ്യാപിക രമ രമേശന്റെ നേതൃത്വത്തിലാണ് സമ്പൂർണ്ണ നാരായണീയ സംഗമം അരങ്ങേറുന്നത്. കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി ഓൺലൈനായി രമ രമേശൻ നാരായണീയം പഠിപ്പിച്ച 200-ലേറെ പേരാണ് സമ്പൂർണ്ണ നാരായണീയ സംഗമത്തിൽ പങ്കുചേരുവാൻ ക്ഷേത്രാങ്കണത്തിൽ ഒത്തുചേരുന്നത്. പാലാഴിയെ കടഞ്ഞെടുത്ത നറുവെണ്ണയായ നാരായണീയം ഫെബ്രുവരി മാസം 14-ാം തീയതി പെരുമ്പള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ 200-ൽ പരം വിദ്യാർത്ഥികൾ പഠിച്ച് അത് സമർപ്പണം നടക്കുകയാണ്. അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഭാഗവത സപ്താഹത്തിൻ്റെയും കുംഭഭരണി ആഘോഷങ്ങളുടെയും ഭാഗമായി ക്ഷേത്രത്തിൽ ആരംഭിച്ച അന്നദാനം 14-ാം തീയതി വരെ തുടരും. വിവിധ കലാപരിപാടികളും ക്ഷേത്രകലാ അവതരണങ്ങളും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമാണ്. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയിസ്, വൈക്കം.